ജൻസി കലാപമുണ്ടാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന രാഹുൽ ഗാന്ധിയോട് ഇനി ഭാരതത്തിലെ ജൻസി നോ പറയും. കാരണം അവർക്കൊപ്പം ഭാരതത്തിന്റെ സ്വയം സേവകൻ മോദിയുണ്ട്. ജൻസി തലമുറയെ ചേർത്ത് നിർത്തി നരേന്ദ്രമോദി ഒരു തലമുറയുടെ ആദരം പിടിച്ചുപറ്റുന്നു. ലാലു പ്രസാദ് യാദവിനെ ഭയന്ന് ബീഹാർ വിടേണ്ടി വന്ന കുടുംബത്തെ തിരിച്ചെത്തിച്ച മൈഥിലിയിലൂടെയാണ് ആ പിന്തുണയുടെ കഥ ലോകം അറിയുന്നത്. മൈഥിലി താക്കൂർ എന്ന പെൺകുട്ടി ജൻസി തലമുറക്കാരിയാണ്. ഒരിക്കൽ ലാലു പ്രസാദ് യാദവിനെ ഭയന്ന് ബീഹാർ വിട്ട് ഓടിപ്പോകേണ്ടി വന്ന ഒരു അച്ഛന്റെ മകൾ. ഇന്ന് അവർ കുടുംബത്തെ ബീഹാറിൽ തിരിച്ചെത്തിച്ചിരിക്കുന്നു. മാത്രമല്ല, കനലുകളിലൂടെ നടന്ന് ഭോജ്പുരി ഗാനങ്ങൾ ആലപിച്ച് കോടികൾ ഉണ്ടാക്കി കുടുംബത്തിന്റെ ദാരിദ്ര്യവും തീർത്തു. ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബീഹാറിന്റെ മകളായി എത്തിയിരിക്കുകയാണ് 25 വയസ്സുള്ള ഈ ജൻസി തലമുറക്കാരി. ബീഹാറിലെ ആലിനഗർ മണ്ഡലത്തിലാണ് മൈഥിലി താക്കൂർ BJP ടിക്കറ്റിൽ മത്സരിക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ ജൻസി തലമുറ ഭരണകൂടത്തെ വെല്ലുവിളിക്കുമ്പോൾ അട്ടിമറിക്കുമ്പോൾ അതേ ജൻസിയെ ചേർത്ത് നിർത്തുകയാണ് നരേന്ദ്രമോദി. 2024 മുതൽ മോദി മൈഥിലി താക്കൂറിനെ കണ്ടെത്തിയിരുന്നു. അന്ന് ദില്ലിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ഒരു അവാർഡ് ദാന ചടങ്ങിൽ മോദി പറഞ്ഞു, ആളുകൾ എന്റെ പ്രസംഗം കേട്ട് മടുത്തു, ഇനി നീ ഒരു പാട്ട് പാടാമോ? ഇത് കേട്ട ഉടനെ അന്ന് 24-കാരിയായ മൈഥിലി താക്കൂർ ഒരു ഭോജ്പുരി ഗാനം ആലപിച്ചത്രേ. അത് മൈഥിലിയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പായിരുന്നു. ഇന്ന് നിരവധി ജൻസിക്കാരെ മോദി BJP-യിലേക്ക് ചേർത്ത് നിർത്തുന്നു. കലാപമുണ്ടാക്കാൻ സാധ്യതയുള്ള ജൻസിക്കാരെക്കാൾ അധികം വരും ഇന്ന് BJP-യെ മോദിയെ പിന്തുണയ്ക്കുന്ന ജൻസിക്കാരുടെ എണ്ണം. ഇന്ത്യയുടെ ജൻസി ഭരണഘടനയും ജനാധിപത്യത്തെയും രക്ഷിക്കും, ഞാൻ അവർക്കൊപ്പം നിൽക്കുമെന്നാണ് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത്. രാജ്യത്തെ യുവാക്കൾ, രാജ്യത്തെ വിദ്യാർത്ഥികൾ, രാജ്യത്തെ ജൻസി അവർ ഭരണഘടനയും ജനാധിപത്യത്തെയും രക്ഷിക്കും, വോട്ടുമോഷണം അവസാനിപ്പിക്കും, ഞാൻ അവർക്കൊപ്പം നിൽക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി എക്സിൽ ഒരവസരത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കിയത്. പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ രാഹുൽ ഗാന്ധി നടത്തിയത് കലാപാഹ്വാനമാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നിരുന്നു. നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തിന് സമാനമായി ഇന്ത്യയിലെ പുതുതലമുറയെ തെരുവിലിറക്കി അധികാരം പിടിച്ചെടുക്കാനുള്ള രാഹുലിന്റെ ശ്രമം ഒരിക്കലും നടക്കില്ല എന്നും സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായങ്ങൾ ഉയർന്നു. ജോർജ് സോറസ് ഇന്ത്യയിൽ വെറും ഒരു BJP സർക്കാരിനെ അട്ടിമറിക്കാനായിരുന്നില്ല ചുക്കാൻ പിടിച്ചത്. ബംഗ്ലാദേശ്, സിറിയ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ മോഡലിൽ ജനാധിപത്യം അട്ടിമറിക്കുക, വിമത ഭരണത്തിനു വേണ്ടി ചുക്കാൻ പിടിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതിനാൽ തന്നെ സോറസ് നടത്തിയ ഓരോ നീക്കങ്ങളും ഓരോ ഭാരതീയനും ആശങ്ക ഉണർത്തുന്നതായിരുന്നു. വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി വർഷങ്ങളായി രാജ്യത്തിന് പുറത്തുപോയി രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന ശീലം വളർത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി BJP-ക്കും RSS-നും എതിരെ സംസാരിക്കുന്നു. അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പതിവ് രീതി. അതിൽ നിന്നും രാഹുൽ ഗാന്ധി ഒരിക്കലും പിന്മാറുകയില്ല. അതിനാൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും നമ്മുടെ രാജ്യത്തെ സ്ഥാപനങ്ങൾക്കുമെതിരെ സംസാരിക്കാൻ രാഹുലിന് വളരെയധികം താല്പര്യമാണ്. ആരാണ് അവരെ US അല്ലെങ്കിൽ UK അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ക്ഷണിക്കുന്നത് എന്നത് ഭാരതീയർക്ക് ഒന്നടങ്കം അറിയാം. അതിനാൽ തന്നെ അവരുടെ ഉദ്ദേശം അതിൽ നിന്നും വ്യക്തമാണ്. രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ ആവാസ് വ്യവസ്ഥയും രാജ്യത്തിനെതിരെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർ BJP-യും RSS-നെയും എല്ലാ ദേശീയ സംഘടനകളെയും ദുരുപയോഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സുപ്രീം കോടതിയെയും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ദുരുപയോഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം മണ്ഡലത്തിൽ ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അദ്ദേഹം വിദേശത്താണ് ചിലവഴിക്കുന്നത്. എന്തായാലും ഇതിനിടയിലെല്ലാം രാഹുൽ ഗാന്ധി പലകുറി ശ്രമിച്ചിട്ടുള്ളത് ഭാരതത്തിലെ ജൻസിയെ ഒപ്പം നിർത്താനും അതോടൊപ്പം തന്നെ ഭാരതത്തിലെ ജനാധിപത്യം അട്ടിമറിക്കുന്നതിനു വേണ്ട കലാപങ്ങൾ സൃഷ്ടിക്കാനുമായിരുന്നു. എന്നാൽ ഇനി അത് നടക്കില്ല എന്നാണ് ബീഹാറിൽ മൈഥിലിയിലൂടെ നരേന്ദ്രമോദി തെളിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.